ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരിക്കൽ, മൻ അൻഫഖ സൗജൈനി മിൻ ശൈഇൻ മിനൽ അശ്യാഇ ഫീ സബീലില്ലാഹ് യുദ്ആ യൗമൽ ഖിയാമത്തി മിൻ അബ്വാബിൽ ജന്നഹ യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. മൻ അൻഫഖ സൗജൈൻ, രണ്ട് തരത്തിലുള്ള ദാനം. സൗജൈൻ എന്ന് പറഞ്ഞാൽ ദഹബ് വൽ ഫിദ്ദ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം. സ്വർണവും വെള്ളിയും രണ്ട് നാണയങ്ങൾ ഉപയോഗിച്ച് ഉദ്ദേശിച്ചുകൊണ്ടാണ് വിധങ്ങൾ പറയുന്നത്. മൻ അൻഫഖ സൗജൈൻ, രണ്ട് ഇനം സമ്പത്ത് ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ. സ്വർണം വിലപിടിപ്പുള്ളതാണ്, വെള്ളി അത്രക്കില്ലല്ലോ. അപ്പൊ ചിലപ്പോ വെള്ളിയായിരിക്കും കൂടെ. നമ്മൾ ചില്ലറ എന്ന് പറയില്ലേ, അന്ന് വെള്ളിയായി ചില്ലറായിട്ട് ഉപയോഗിക്കാം. അള്ളാഹുവിന് വേണ്ടി ചില്ലറയും നോട്ടും കൊടുക്കുന്നവരെ, സ്വർണവും വെള്ളിയും കൊടുത്തവരെ, അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തായ നബി തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടും. സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് വന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ പറയും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അള്ളാഹുവിന്റെ ദാസനെ, ഈ വഴിയിലൂടെ വന്നോളൂ. സ്വർഗത്തിലേക്ക് വരുമ്പോ പല ഗേറ്റുകളാണ്. മിനബ്വാബിൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ, ഓരോ കവാടങ്ങളിലും മാലാഖമാർ. ഒരു കവാടത്തിന്റെ വലുപ്പം എത്രയാണ്? ആയിരക്കണക്കിന് വർഷം വാതിലിന്റെ ഇടയിൽ യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ടെന്നാണ്. അങ്ങനത്തെ വാതിലാണ്. നമ്മളെ വീടിന്റെ വാതിൽ കെട്ടിലായിട്ട് വിചാരിക്കണ്ട, സ്വർഗത്തിന്റെ വാതിൽ അങ്ങനെയാണ്. മസീറത്തു 500 ആം, 1000 ആം, അങ്ങനെയൊക്കെ ഹദീസിൽ. 1000 കൊല്ലം ഒരു കുതിരസവാരിക്കാരൻ ധൃതി പിടിച്ച് യാത്ര പോയെങ്കിൽ ആ വാതിലിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ വാതിലുകളാണ്. മലാഖമാരെ വിളിച്ചു പറയും, യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ. അല്ലാഹുവിന്റെ ദാസനെ, അല്ലാഹുവിന്റെ ദാസിയെ, നിങ്ങൾ ഇതിലെ വരൂ. കച്ചവടക്കാരൊക്കെ വിളിക്കൂലേ കസ്റ്റമേഴ്സിനെ, അള്ളാഹിന്റെ മലക്കുകൾ വിളിക്കും, ഇതിലെ വരിൻ എന്ന് പറഞ്ഞിട്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിസ്കാരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെ ചിലർക്ക് അങ്ങനെ നിസ്കാരം ഇഷ്ടമായിരിക്കും, ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, ചിലർ അതൊന്നും അല്ലാതെ ഫർളൊക്കെ ചെയ്യാന്നല്ലാതെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ അള്ളാഹ്, ചിലർക്ക് സ്വതക്ക ഇഷ്ടമായിരിക്കും, ചിലർക്കൊണ്ട് അതൊന്നും കഴിയില്ല. തടി കൊണ്ട് അള്ളാഹ് ഒരുപാട് ഉപകാരം ചെയ്യും. ചിലർക്ക് അതൊന്നും പറ്റുന്നില്ല, നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം, എന്തെങ്കിലുമൊക്കെ. ഓരോരുത്തർക്കും പലതായിരിക്കും ഇഷ്ടം. ചിലർക്ക് എഴുതുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പ്രസംഗിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇത് രണ്ടുമല്ല പോയിരുന്ന് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വായിക്കുന്നതായിരിക്കും ഇഷ്ടം. പലർക്കും ഇഷ്ടങ്ങൾ പലതാണല്ലോ. അത് ഈ ലോകത്തിന്റെ മനോഹരമായൊരു വൈവിധ്യവും കൂടിയാണ്. മലക്കുകൾ വിളിക്കുന്ന നിസ്കാരത്തിന്റെ ആളുകളെ, നിസ്കരിക്കാൻ വല്ലാത്ത താല്പര്യം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുന്നവര്, തഹജ്ജുദ്, ഖിയാമുൽ ലൈലൊക്കെ ഉള്ളവര്, അവരെ വിളിക്കും മിൻ ബാബിസ് സ്വലാ. നിസ്കാരത്തിന്റെ ഒരു വാതിലുണ്ടെന്നാണ് സ്വർഗത്തില്. നിസ്കാരം ഇഷ്ടപ്പെട്ട ആളുകൾ ഇതിൽ വരുന്നവരെ വിളിക്കുന്ന. അല്ലാഹുവേ, وإن كان من أهل الجهاد يدعى من باب الجهاد. അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്ത ആളുകളെ, അത് ഇഷ്ടപ്പെട്ട ആളുകൾ ഇതിലെ വരുന്നവരെ വിളിക്കുമത്രേ. وإن كان من أهل الصدقة يدعى من باب الصدقة. ദാനം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സ്വതക്കയുടെ ഒരു വാതിലുണ്ട്, ഇതിലെ വരിനെന്ന് അവരങ്ങനെ വിളിച്ചു പറയും. وإن كان من أهل الصيام يدعى من باب ريان. നോമ്പ് ഇഷ്ടപ്പെട്ടവരുണ്ടാകും, സുന്നത്ത് നോമ്പുകൾ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുന്ന എത്രയോ മഹതിമാരുണ്ട്, മഹാന്മാരുണ്ട്. ആശുറായിന്റെയും താസുറായിന്റെയും അയ്യാമുൽ ബീദിന്റെയും നോമ്പെടുക്കുന്നവരെ, നോമ്പ് ഇഷ്ടപ്പെട്ട ആളുകളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വരണം എന്ന് പറയും. ഒക്കെ വന്ന് വിളിച്ചു കൊണ്ടുപോവാണ്. ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം ഇഷ്ടമുള്ള മഹാനവറുകൾ ചോദിച്ചു, വഹൽ ഹുനാക അഹദുൻ യുദഅ മിൻ ഹാദിഹിൽ അബ്വാബി കുല്ലിഹാ. നബിയെ, ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ കുഴപ്പമില്ല, ഇതിലെ വരുന്ന പറഞ്ഞാൽ പോയാൽ മതി. പക്ഷെ ഒരാളെ എല്ലാവരും വിളിച്ചാൽ എന്ത് ചെയ്യും നബിയെ? ഈ എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിച്ചു പറയോ? നിങ്ങൾ ഇതിലെ വരുന്ന എല്ലാ വാതിലിലെ മലക്കുകളും വിളിച്ചു പറയാ, അങ്ങനെ ഉണ്ടാവോ നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്നാണ് ആലോചിക്കുന്നത്. സിദ്ദീഖ് അങ്ങ് ചോദിച്ചു, എല്ലാ വാതിലൂടെയും വിളിക്കുമോ നബിയെ? അങ്ങനെ ഉണ്ടോ ഒരു സംഭവം? നിങ്ങൾ പറഞ്ഞു നഅം. തങ്ങൾ പറഞ്ഞുകൊണ്ട് അബൂബക്കർ
അബൂബക്കറെ, നിങ്ങളുടെ പേര് സ്വർഗത്തിലെ മാലാഖമാർ എല്ലാ വാതിലൂടെയും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. യാ സയ്യിദനാ അബൂബക്കർ, അബൂബക്കറെ ഞങ്ങളുടെ നേതാവേ, ഇതിലെ വരണമെന്ന് എല്ലാ വാതിലൂടെയും നിങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാതിലൂടെ കടന്നു പോകാം. ശ്രദ്ധിച്ചേ, സ്വർഗത്തിന്റെ ഓരോ വാതിലും നിങ്ങൾ കടന്നു വരാൻ പുളകം കൊള്ളുകയാണ്. ഈ ഭാഗ്യം കിട്ടിയത് മറ്റാർക്കാണ്? ഹബീബിന്റെ കൂടെ നടന്ന് 2 വയസ്സിന് വിധങ്ങൾക്കുള്ളപ്പോഴാണ് സിദ്ദീഖ് ജനിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ 61 കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 61 കൊല്ലത്തെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരന്റെ മോളയാണ് ആയിഷ ബീവിയെയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടത്. ഹബീബിന് അള്ളാഹു വിവാഹം ചെയ്യിച്ചു കൊടുത്തത്. 61 കൊല്ലത്തെ കൂട്ടുകാരൻ. വലിയ സൗഹൃദം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലുപ്പം എത്രയാണ്, മഹാനവറുകളുടെ മഹത്വം എത്രയാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കൂടെയുള്ള ആളുകൾക്ക് മുത്തനബിതങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സിദ്ദീഖ് എന്നവർ പോകുമ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് താബിഈങ്ങളൊക്കെ കാണുമ്പോ അബൂ ദർദാ എന്ന ഈ മഹാനെ കാണുമ്പോഴാ പറയുന്നത്, യാ അബൂ ദർദാ തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്. അബൂ ദർദാ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ സൗഭാഗ്യമുണ്ടായ 2 കണ്ണുകളെ നിങ്ങളുടെ ഒരു ഭാഗ്യം അബൂ ദർദാ. സ്വഹാബികളിൽ ഒരുപാട് കാലം ജീവിച്ച സ്വഹാബിയാണ്. മുതഅഖിരീങ്ങളിൽ ഒരുപാട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് കാലം പിന്നെയും നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ച മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അവരെ കാണുമ്പോൾ ആളുകൾ പറയാ, എന്തൊരു കണ്ണിന്റെ ഒരു ഭാഗ്യം, നിങ്ങളുടെ ആ കണ്ണുകൊണ്ട് നിങ്ങൾ ഹബീബിനെ കണ്ടില്ലേ. തൂബാ ലിഐനൈൻ, നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ അബൂ ദർദാ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണല്ലേ നിങ്ങളുടെ കണ്ണ് എന്നൊക്കെ ഈ സ്വഹാബിയെ കാണുമ്പോ താബിഈങ്ങൾ പറയാറുണ്ടായിരുന്നു. ആ അബൂ ദർദാ എന്നവരെ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടകൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നടക്കുന്നത് കണ്ടപ്പോ, സിദ്ദീഖ് എന്നവര് നടക്കുന്നുണ്ട്, സിദ്ദീഖിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട് ആര്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? യാ അബൂ ദർദാ, നബി കാണാണ്. സിദ്ദീഖ് എന്നവർ പോകുമ്പോ മുമ്പിൽ അബൂ ദർദാ എന്ന ഒരാളികരാണ്, നബിയുടെ സ്വഹാബിമാരാണ്, തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലാണ്. തങ്ങൾ ഇത് കണ്ടു. അബൂ ദർദായെ, അതംശി അമാമ മൻ ഹുവ ഖൈറും മിൻക ഫിദ്ദുനിയാ വൽ ആഖിറ. അബൂ ദർദാ, നിങ്ങളെക്കാൾ ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നടക്കുകയാണോ? നിങ്ങൾ ബാക്കിലല്ലേ നടക്കേണ്ടത്? അതംശി അമാമ മൻ ഹുവ ഖൈറും ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ഒരാളുടെ മുമ്പിൽ എങ്ങനെ അബൂ ദർദാ നിങ്ങൾക്ക് നടക്കണം? ما طلعت الشمس ولا غربت على أحد بعد النبيين والمرسلين من نبي بكر. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ മുർസലീങ്ങളും കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുകയും ചെയ്ത സർവ മനുഷ്യരിലും ഏറ്റവും ഖൈറായവർ അബൂബക്കറാണ്. അബൂ ദർദാ, അതുകൊണ്ട് മുമ്പിൽ നടക്കല്ലേ അബൂബക്കർ, നിങ്ങൾ പിന്നിലാണ് നടക്കേണ്ടതെന്ന് നബിയുടെ സ്വഹാബിമാരിൽ ശ്രേഷ്ഠനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കറിന്റെ മുമ്പിൽ നിങ്ങൾ നടക്കാനായില്ല എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഹബീബിന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് അൻഹു. അബൂബക്കർ ആയേ उनको भी यही पैगाम पहुंचाया, खुदा के दीन की तलकीन की इस्लाम पहुंचाया. कहा मुझको मेरे रब ने नबूवत दे के भेजा है, हिदायत दे के भेजा है, शरीयत दे के भेजा है. मैं आया हूँ कि बंदों को
खुदा के दर पे ले जाऊं। मैं आया हूँ कि बंदों को खुदा के दर पे ले जाऊं, नजाते दुनियावी उखरवी की राह दिखलाऊं। कहा अबू बकर ने सरकार आमन्ना व सद्दक़ना, मेरे मालिक मेरे मुख्तार आमन्ना व सद्दक़ना,